സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് IAS അക്കാദമി സ്കോളർഷിപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അതാ ഞാൻ പൈസ ചെലവാക്കി പഠിപ്പിച്ചാൽ ശരിയാവില്ല. ഞാൻ എറണാകുളത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. പഠിപ്പിച്ച് കളക്ടറാക്കും ഞാൻ. ഏയ്, എന്തായി കാണിക്കുന്നേ? ഇങ്ങനൊരു മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏട്ടനെന്റെ ദൈവമാ. അല്ല, സുന്ദരിയുടെ ഭർത്താവാ ഞാൻ. ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാന്ന് പറയുന്നത് എന്റെ കടമയാണ്. ഞാനത് ചെയ്യും. ഇതിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നന്ദിയല്ല, കടപ്പാടാ എനിക്ക് വേണ്ടത്. താൻ ഇങ്ങോട്ടിരുന്നേ. ഇരിക്ക്. ഞാൻ എന്റെ കടമ അങ്ങോട്ട് ചെയ്യുമ്പോ ഭാര്യ എന്ന കടമ സുന്ദരിയും കാണിക്കണം. ഏട്ടൻ പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ഇപ്പല്ല, നാളെ. നാളെ രാവിലെ അച്ഛനോട് ഞാനൊരു കാര്യം പറയും. അപ്പ സുന്ദരിയുടെ എല്ലാ സപ്പോർട്ടും എനിക്കായിരിക്കണം. ഉറപ്പായും. എന്തിനും, ഏത് വനവാസത്തിന് പോവാനായാലും ഞാനുണ്ടാവും കൂടെ. ചെന്ന് ഭക്ഷണം എടുത്തു വെക്കേ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ചെല്ല. വനവാസം, അതിന് ഞാനുണ്ടാവില്ല. നീ തനിച്ചാവും സുന്ദരി വനവാസത്തിന് പോകുന്നത്. ഒമിക്രോൺ കേസ് കൂടും. പത്രം വേണോ? അയ്യോ വേണ്ട, ഞാൻ ഓൺലൈനിലല്ലേ വായിക്കുന്നേ. ഓ, ആ, അച്ഛന് കപ്പയുടെയും കുരുമുളകിന്റെയും വില നിലവാരം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. എനിക്കങ്ങനെ അല്ലല്ലോ. പിന്നെ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ വലിയ പണി. അതും ഇല്ല ഇപ്പോ. ദിവസം എത്രയെന്നറിയോ എറണാകുളത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഏറ്റുവെച്ച പല പ്രോജക്റ്റുകളും പെൻഡിങ്ങില്. ക്ലയൻസിന്റെ കോള് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ. അതിനെന്തിനാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ? എത്രയും വേഗം എറണാകുളത്തേക്ക് തിരിച്ചു പോയി സ്വന്തം ജോലി ശ്രദ്ധിക്കാൻ നോക്ക്. അതെ, ഇതെന്നോട് രഹസ്യമായി പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. അച്ഛനെ പേടിച്ചടങ്ങിയിരുന്നതാ. ഇവനെ ഇവിടെ തന്നെ നിർത്തണമെന്നായി എന്റെ ആഗ്രഹം.
അത് നടക്കില്ല എന്ന് അറിഞ്ഞോണ്ടാ അവനോട് പൊക്കോളാൻ പറഞ്ഞു. ആ എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് പോയാലോ എന്ന്. ഇന്നോ? നിനക്കെല്ലാം കൂടെ ബാഗിൽ വാരി കയറ്റി അങ്ങ് പോയാ മതി. അതുപോലാണോ സുന്ദരിയുടെ കാര്യം? അവക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കണ്ടേ? തൽക്കാലം ഞാൻ തനിച്ച് പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഞാൻ പോയി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് സുന്ദരിയെ കൊണ്ടുപോവാം. ഏയ്, അതൊന്നും ശരിയാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായില്ല. അതിനു മുമ്പ് ഈ കൊച്ചിനെ തനിച്ചാക്കിയിട്ട് പോകാനാണോ നിന്റെ പ്ലാൻ? അമ്മേ, അതുകൊണ്ടല്ല. ഒരു സൗകര്യമില്ലാത്ത ഒരു വീട്ടില് ഞങ്ങളിപ്പോ താമസിക്കുന്നത്. ആ വീടൊന്നും പോരാ. സുന്ദരിയെ എന്റെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി വലിയൊരു വീട് വേണം. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. സുന്ദരിയെ തനിച്ചാക്കിയിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്ക പോലും വേണ്ട, അല്ലേ മാധവേട്ടാ? ആ, പിന്നല്ലാതെ. ലക്ഷ്മി പറഞ്ഞാണ് കാര്യം. തൽക്കാലം ഉള്ള സൗകര്യമൊക്കെ മതിയെന്ന് വെക്കേ. സുന്ദരിയും കൂട്ടിക്കോ. അവിടെ ചെന്ന് പെട്ടെന്ന് വേറൊരു വീട് കണ്ടുപിടിച്ചാ മതി. അല്ലച്ച, ഞാൻ ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് അച്ഛാ. വീടിന്റെ പ്രശ്നം മാത്രമല്ല, ഇപ്പൊ കൂടെ ചെല്ലുന്നില്ലാന്ന് ഞാൻ തന്നെയാ ഏട്ടനോട് പറഞ്ഞത്. അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച ഒരു ഓർമ്മ പോലും എനിക്കില്ല. ഇവിടെ വന്നതിന് ശേഷമാ ആ സന്തോഷം ഞാൻ അറിയുന്നത്. നിങ്ങള് രണ്ടുപേരും എന്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാ. കുറച്ചു ദിവസം കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ അമ്മ. ഇനിയിപ്പോ ഞങ്ങൾ എന്തു പറയാനാ, അല്ലേ മാധവേട്ട? ആ, അതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. തേങ്ങയിടുന്ന രാധാകൃഷ്ണൻ വന്നു. മഹാലക്ഷ്മി, നമുക്ക് പറമ്പിലേക്ക് പോവാം. ഏട്ടാ, കൊണ്ടുപോവാൻ എന്തൊക്കെയാ വേണ്ടേന്ന് പറഞ്ഞാ മതി, ഞാൻ പാക്ക് ചെയ്ത് തരാം. ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇനി നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു 3 മണിയെങ്കിലും ആവില്ലേ? ഏയ്, മാക്സിമം 2 മണിക്കൂർ. അങ്ങനെ കത്തിച്ചൊന്നും വിടണ്ട, പതുക്കെ പോയാ മതി, കേട്ടല്ലോ? ഡോണ്ട് വറി, ട്രാഫിക് ഏരിയയിലൊക്കെ ഞാൻ തന്നെ ഓടിച്ചോളാം. ആ, അത് കൊള്ളാം.
ട്രാഫിക് ഏരിയയില് മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, സേഫ് ആണല്ലോ അല്ലടാ? അതെ അതെ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോ മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങാതെടാ മോനെ. അയ്യോ അമ്മേ, ഒരു തമാശ പറഞ്ഞതാ. സൂക്ഷിച്ചേ ഓടിക്കൂ, പോരെ? ചെന്ന ഉടനെ വിളിക്കണം, കേട്ടല്ലോ? ആ, വിളിക്കാം. വിനീതേ, ഇവൻ വിളിച്ചില്ലെങ്കിൽ നീയെങ്കിലും ഒന്ന് വിളിക്കണേ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിശേഷം അറിയാൻ സുന്ദരിയോട് ചോദിച്ചാ മതി. ഇവര് തമ്മിലായിരിക്കുമല്ലോ വിളിയും പറച്ചിലും ഒക്കെ. ഒന്ന് പോടാ സുന്ദരി. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി ഏട്ടാ. പിന്നെ ഹലോ, ആ ഏരിയയിലേക്ക് അധികം യാത്ര പറച്ചിൽ വേണ്ട. സെന്റിമെന്റൽ ആവും. വാ പോവാം നമുക്ക്. വാ മച്ചാ. കാർത്തി, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എറണാകുളത്ത് എത്തിയ വേഗം ഒരു വീട് കണ്ടുപിടിക്കണം. ഒട്ടും വൈകാതെ വന്ന് സുന്ദരിയെ കൂട്ടിക്കൊണ്ടു പോവുകയും വേണം. ചെയ്യാം. ശരി സുന്ദരി, നമുക്ക് അധികം വൈകാതെ എറണാകുളത്തേക്ക് പോവാം. ശരി. വാ മോളെ. കാർത്തിക്, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എറണാകുളത്ത് ചെന്ന വേഗം ഒരു വീട് കണ്ടുപിടിക്കണം. ഒട്ടും വൈകാതെ സുന്ദരിയെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും വേണം, കേട്ടല്ലോ? തനിച്ച് ഡയലോഗ് പറയുക, തനിച്ച് ചിരിക്കുക. ഭ്രാന്തായോ നിനക്ക്? ഭ്രാന്തായിരുന്നു എനിക്ക്. എന്ത് ചെയ്യണോന്നറിയാത്തതിന്റെ ഭ്രാന്ത്. കരയണോ ചിരിക്കണോന്നറിയാത്തൊരവസ്ഥ. തൽക്കാലത്തേക്ക് അതൊന്നും മാറി. സുന്ദരിയെ ഒരുപാട് മോഹിപ്പിച്ചിട്ടാ നീ പോകുന്നത്. എടാ, നീ സുന്ദരിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമോ? ഇനി ഈ നാട്ടിലേക്ക് എനിക്കൊരു തിരിച്ചുവരവില്ല. പിന്നെ അല്ലേ സുന്ദരിയെ കൊണ്ടുപോകുന്നത്. എടാ, ഇത് കുഴപ്പമാവേ.
എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞു മറിയും. ഓർത്തിട്ടിപ്പോ എനിക്കാ ഭ്രാന്ത് പിടിക്കുന്നത്. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പു തരൂ. കാർത്തിക് പോയല്ലേ? ഇതിപ്പോ കാർത്തി പോയതിന്റെ സങ്കടമാണോ അതോ കാർത്തി സുന്ദരി ഒപ്പം കൊണ്ടുപോകാത്തതിന്റെ പരിഭവാണോ? അങ്ങനെ ചോദിച്ചാ രണ്ടുമുണ്ട്. കൂടെ കൊണ്ടുപോകാത്തതിന് പിണക്കൊന്നുമില്ല. എനിക്ക് വാക്ക് തന്നിട്ട് ഏട്ടൻ പോയിരിക്കുന്നേ. നിനക്ക് തന്ന വാക്കൊക്കെ പാഴ്വാക്കാണെന്ന് എനിക്ക് മാത്രല്ലേ അറിയൂ. എന്താ ആലോചിക്കുന്നേ? അല്ല, കാർത്തി സുന്ദരിക്ക് തന്ന വാക്ക് എന്തായിരിക്കും ആലോചിക്കായിരുന്നു ഞാൻ. അത് വേറൊന്നുമല്ല. എറണാകുളത്ത് ചെന്ന് ഒരു വലിയ വീടെടുത്തിട്ട് എന്നെ കൂടെ അവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ. പിന്നെ അവിടെ ചെന്നിട്ട് എന്നെ പഠിപ്പിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഭാര്യയോട് കാർത്തിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ലെന്നേ ഉള്ളൂ. ഓ, എന്നുവെച്ചാ? എന്നുവെച്ചാ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, കളിയും ചിരിയൊക്കെ ആയിട്ട്, അതുപോലൊന്നുമില്ല. ഒരുപാട് സംസാരിക്കൊന്നുമില്ല. അളന്നു മുറിച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ പറയും. അതില് കാണും എല്ലാം. അല്ല, അത് ഭയങ്കര ബോറല്ലേ? ഈ മുരടന്മാരായ ആണുങ്ങളെ എനിക്കിഷ്ടേ അല്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. ആണുങ്ങളായ ഏട്ടനെ പോലെ ആവണം. അല്പം ചൂടും ഉശിരും ഒക്കെ വേണം. അപ്പൊ കെട്ടിയോന്റെ കാര്യത്തിൽ സുന്ദരി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? പക്ഷേ തനിച്ചു പോയപ്പോ എനിക്ക് സങ്കടായി. കല്യാണം കഴിഞ്ഞിട്ടും വീണ്ടും പഴയ പോലെ ഒറ്റയ്ക്കായില്ലേ ഏട്ടൻ? കൂടെ നിൽക്കണമെന്നും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും ഏട്ടൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഈ പിരിഞ്ഞിരിക്കൽ എന്നേക്കും ആവുമ്പോ വിഷമൊക്കെ താനെ നിന്നോളും. ഗൗരി എന്താ പറഞ്ഞേ? അയ്യോ, പറഞ്ഞു തെറ്റിപ്പോയതാ. ഈ പിരിഞ്ഞിരിക്കൽ എന്നേക്കുമായിട്ട് മാറുമ്പോ വിഷമവും മാറിക്കോളൂന്ന് പറഞ്ഞതാ. വെറുതെ അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിലും കേട്ടപ്പോ ഞാൻ പേടിച്ചുപോയി. സുന്ദരി ധൈര്യമായിട്ടിരിക്കെ. സുന്ദരിയുടെ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടാ കാർത്തി എറണാകുളത്തേക്ക് പോയിരിക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. സുന്ദരിയുടെ കാര്യം ഞാൻ ഏറ്റു. പോരെ? മതി. ഗൗരി അടുത്തുള്ളതാ എന്റെ ധൈര്യം. സുന്ദരി, ഞാനിപ്പോ വരാവേ. ആ,
സുന്ദരി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്ന ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഭാര്യയായി സ്വീകരിച്ചിരിക്കും. ഇത് മൂകാംബിക ദേവി സത്യം. ഞാൻ ചെയ്തിരിക്കും. എന്റെ ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ആഗ്രഹിക്കാതെ കിട്ടിയ ജീവിതം എനിക്ക്. പക്ഷെ എന്റെ ഭർത്താവിന് എന്നെ വേണ്ടാന്ന് തോന്നിയ നിമിഷം തൊട്ട് വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ എല്ലാ സങ്കടങ്ങളും മാറി. ഏട്ടൻ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചു, എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴൊരു സങ്കടം ബാക്കിയുണ്ട് എനിക്ക്. ഏട്ടൻ ഒറ്റയ്ക്കാ എറണാകുളത്തിന് പോയിരിക്കുന്നെ. എനിക്ക് കൂടെ പോവാൻ പറ്റിയില്ല. ഏട്ടൻ ഒറ്റയ്ക്ക് അവിടെ. എത്രയും വേഗം എനിക്ക് എറണാകുളത്തിന് പോവാൻ പറ്റണേ ദേവി. എന്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരാതെ കാത്തോളണേ ദേവി. നന്നായിട്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയണേ. എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരാതെ കാത്തോളണേ ദേവി. അമ്മേ ദേവി, രക്ഷിക്കണേ. ഉണർന്ന നാളിൽ 27-ാം തീയതി കൊടിയേറ്റ്. അപ്പൊ ശരി, ആയിക്കോട്ടെ, പറഞ്ഞ പോലെ. ശരി. തിരുമേനി, ആ, ഇതാര്? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ.